ഹേ ഗായ്സ്, സോ ഇന്ന് വീട്ടിൽ പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. രാവിലെ തന്നെ നമ്മൾ കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ ബുക്കൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ സെമസ്റ്റർ ഏതാണ്ട് ഒരാഴ്ചയും കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അസൈൻമെൻറ്റും നോട്ട് സബ്മിഷനും അങ്ങനെ കുറേ പണിയുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ എല്ലാവരുടെ സ്റ്റാഫ് റൂം ഇന്റേണൽ മാർക്ക് നോക്കാൻ വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് നേരെ ഹോസ്റ്റലിലോട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് പപ്പടം ഉണ്ടെന്ന് അറിഞ്ഞു. പപ്പടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പപ്പടം ഉള്ളപ്പോൾ മാത്രമാണ് മര്യാദയ്ക്ക് എന്തെങ്കിലും ഞങ്ങൾ കഴിക്കും. ഇന്ന് ഏകദേശം എല്ലാവരും വീട്ടിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാരൊക്കെ ട്രാവൽ ബാഗ് എടുത്ത് ഉച്ചയ്ക്കാൻ ഇറങ്ങിയായിരുന്നു. കാരണം ഹോസ്റ്റലിൽ ഓരോ ദിവസം ഓരോ റോളാണ്. ഇന്നൊരു പുതിയ ബുക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പേരൊക്കെ എഴുതാൻ പറഞ്ഞിട്ട്. അങ്ങനെ അതിലൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിലോട്ട് പോകും. ഞങ്ങളാണ് ഒരു 3:45 ആയപ്പോഴത്തേക്കും കോളേജിൽ നിന്ന് പെർമിഷൻ ചോദിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ബോട്ടും വണ്ടിയൊക്കെ പിടിച്ച് വീട്ടിലെത്തേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തമ്പിത് നേരത്തെ വന്നിരിപ്പുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ വൈറ്റിലെല്ലാം എത്തിപ്പോഴാണ് ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് എന്തോ ഭാഗത്തിന് ഒരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു സംഭാരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തത് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. വരണ വഴിക്കാണ് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്ന ഒരു 9:30 ഞാൻ വീട്ടിലെത്തുന്നത്. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ അനിയത്തി ഓടി വന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ രണ്ടോണ്ടിരുന്ന് കഴിച്ചു. അവളാണ് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, വയ്യാണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് അവളെ കാണാനാണ് ഞാൻ ഓടി വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഞാനൊരു വലിയ ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ ഗൈസ്. ബൈ.